ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ചാവക്കാട് കടലിനോട് ചേർന്നുള്ള പുളിമൂട്ടിലേക്ക് ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഫിഷിങ്ങിന് വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫിഷിങ് ചെയ്തു. മീനുകളൊന്നും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആകാശക്കാഴ്ചകൾ പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അതായത് ആകാശത്തിൻ്റെ കളർ ഷെയ്ഡിങ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾക്കത് കുറച്ച് വീഡിയോ ആയി പകർത്താനും അത് നിങ്ങളെ കാണിക്കാമെന്നും വിചാരിച്ചു. അപ്പോൾ ആ കാഴ്ചകളാണ് ഇനി നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരാൾ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഓറഞ്ച് കണ്ടോ, ഫിഷിങ് ചെയ്യുന്ന ചേട്ടനെ കണ്ടോ? നമ്മളിവിടെ ഓറഞ്ച്, സ്കൈ ബ്ലൂ, നല്ല കളർ കോമ്പിനേഷനിൽ ആകാശത്തിൻ്റെ ആ ഭംഗി കടലിലേക്കും കൂടിയിട്ട് അതിൻ്റെ കളർ കോമ്പിനേഷൻ വന്ന് കുറേ നേരം ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോകളാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. സാധാരണ ഏകദേശം ഇപ്പോൾ ഒരു 6:30 ടൈം ആയിട്ടുണ്ട്. ഈ സമയത്തൊക്കെയാണ് ഇവിടെ മീൻ കിട്ടാറുള്ളത്. സൂര്യൻ പതുക്കെ കടലിലേക്ക്. ഇവിടെ സ്ഥിരമായിട്ട് ഒരുപാട് ആളുകൾ ചൂണ്ടാൻ വരാറുണ്ട്. അവർക്ക് വീടുകൾ ഇവിടെ അടുത്തൊക്കെയാണ്. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഫിഷിങ് ചെയ്യാം, അതുപോലെ മീനുകളെ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ തൃശ്ശൂരിൽ നിന്നല്ല വരുന്നത്, ഇത്രയും ദൂരം. അപ്പോൾ നമ്മൾക്ക് ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 6:30, 6:45, മാക്സിമം 7 മണി വരെയൊക്കെ ഞങ്ങളിവിടെ നിൽക്കാറുള്ളൂ. അപ്പോൾ ആ ഫിഷിങ് ചെയ്യും, അതിനുള്ളിൽ നമുക്ക് മീൻ കിട്ടുകയാണെങ്കിൽ കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു പുളിമൂട് കൂടാതെ ഇതിൻ്റെ തൊട്ട് കുറച്ചും കൂടെ അറ്റത്ത് തന്നെ വലിയൊരു പുളിമൂട്ടും കൂടി ഉണ്ട്. അവിടെയും ആളുകൾ ഫിഷിങ്ങിന് പോകാറുണ്ട്. കുറച്ച് നാളുകളായിട്ട് അതിൻ്റെ ഭിത്തികളൊക്കെ ഇടിഞ്ഞ് കരിങ്കല്ലൊക്കെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ അങ്ങോട്ട് ഒന്നും ആരെയും കടത്തി വിടുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്കാണ് ഇപ്പോൾ ഫിഷിങ്ങിന് വേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. ബൈക്ക് പാർക്ക് ചെയ്യാനും അതുപോലെ നമുക്ക് ഫിഷിങ്ങിനായാലും സ്ഥലം കിട്ടാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. എന്നാലും എല്ലാവർക്കും മനസ്സിനൊരു എൻ്റർടൈൻമെൻറ്റും അങ്ങനെ ഒരു ഇഷ്ടമാണ് എപ്പോഴും ഫിഷിങ് ചെയ്യാനായിട്ട്. നമുക്കൊരു റിലാക്സേഷൻ കിട്ടാനും അതുപോലെ ഈ ഭംഗിയുള്ള കാഴ്ചകൾ കാണാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വെറുതെ ആയാലും ഇടയ്ക്കൊക്കെ ഒന്ന് കടൽ കാണാൻ പോകാറുണ്ട്. ഇതുപോലെ കടൽ കാണാൻ നമുക്ക് വെക്കേഷൻ ടൈമൊക്കെ ആയി ഇവിടെ ഒരുപാട് ആളുകളാണ് ഇവിടെ വരാറുള്ളത്. പിന്നെ ഇഷ്ടംപോലെ ബോട്ടുകളും ഫിഷിങ്ങിൻ്റെ ആളുകളും അങ്ങനെ ഫുൾ എപ്പോഴും തിരക്കാണ്. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ റിലാക്സ് ആവും, നമുക്ക് നല്ല ഹാപ്പി മൈൻഡ് വരും. അങ്ങനെയൊക്കെ നല്ല നല്ല വിഷ്വൽസ് കാണാനും അറിയാനും എല്ലാം നമ്മളും ഇടയ്ക്കൊക്കെ കടൽ കാണാൻ പോകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളും ഫ്രീ ആകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് കടൽ കാണാൻ വരിക കേട്ടോ. ഈ കടലിന് ഓരോ ദിവസവും ഓരോ ഷെയ്ഡിങ് ആണ്. നമ്മൾ പലപ്പോഴും വരുമ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ചില ദിവസം നമ്മുടെ ആകാശത്തിൻ്റെ കളർ ഗ്രേ ആണെങ്കിൽ അത് തന്നെ ആ വെള്ളത്തിലേക്ക് സ്പ്രെഡായിട്ട് വെള്ളവും ഗ്രേ ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടെ കളർ വരുമ്പോഴുള്ള ഭംഗി പലപ്പോഴും ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ പല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ചാവക്കാട് കടൽ കാണാനായിട്ട് ആളുകൾ വരാറ്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ കടൽ നല്ല ശാന്തമായിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതുപോലെ ഇല്ല കേട്ടോ ചില ദിവസത്തെ അവസ്ഥ. ചില ദിവസം ഞങ്ങൾ വരുമ്പോൾ ഒരു 2-3 ആളുടെ ഹൈറ്റിലാണ് തിര വന്നിട്ട് ഇങ്ങനെ അടിക്കാറ്. നമുക്ക് പേടി തോന്നും. അതുപോലെ തന്നെ ഈ ഒരു പുളിമൂടിൻ്റെ അറ്റത്ത് ഒരു ലൈറ്റിൻ്റെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അടിച്ച് തെറിച്ച് കടലിലേക്ക് പോയി. അപ്പോൾ ചില സമയത്ത് കടലമ്മ ഭയങ്കര ഒരു ദേഷ്യക്കാരിയായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ അതേപോലെ തിര അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫിഷിങ്ങിന് പോയിട്ടുള്ള നമ്മുടെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ ആ വഞ്ചിയുമായിട്ട് ഇങ്ങനെ വരണ കാണുമ്പോൾ കിളി പോവും. അതേപോലെ ആടി ഒലഞ്ഞ് ഇപ്പം അത് ഈ വെള്ളത്തിലേക്ക് വീഴുമെന്ന് നമുക്ക് തോന്നിക്കും. അതേപോലത്തെ കാഴ്ചകളാണ് ഇതിലെ ബോട്ടുകാരും ഒക്കെ കടന്നു പോകുന്നത്. അത് ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ ഒരുമിച്ച് പോവുകയാണ് ചെയ്യാറ് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ഇവിടെ മീൻ കിട്ടാറുണ്ട്. മീൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇവിടെ ചേറ്റുവേലാണ്. അവിടെ മീൻ കൊടുക്കാനും ഇനി നമുക്ക് മീൻ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അവർ തന്നെ അത് നമുക്ക് കട്ട് ചെയ്ത് തരും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ നമുക്കുണ്ട്. അപ്പോൾ മീൻ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഇനിയുള്ള ഫിഷിങ്ങിൽ നമ്മൾ മീൻ കിട്ടുന്ന വീഡിയോ അത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നന്നാക്കുന്നത് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മുടെ പുതിയ വീഡിയോകളൊക്കെ വരും കേട്ടോ.